ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ ഇന്ന് നമ്മളെ 16ാമത്തെ വീഡിയോയിലോട്ട് പോവുകയാണ്. ഈ 16ാമത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഫാക്ടോറിയൽസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് പറയുന്നത്. ഈ ഫാക്ടോറിയൽസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യണം. 2 വീഡിയോസ് മാത്രം കണ്ടിട്ട് പോകും, അവസാനം അവിടെ ചെന്നിട്ട് മണ്ടത്തരം ചെയ്ത് വയ്ക്കും. അതേപോലത്തെ മണ്ടത്തരങ്ങൾ ചെയ്യാതെ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാ കോൺസെപ്റ്റും പറയും. സോ അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം. സോ അതായിരിക്കണം നിങ്ങളുടെ മെയിൻ ലക്ഷ്യം. കാരണം നമ്മൾ കാറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മളെ ടൈമാണ് ഏറ്റവും കൂടുതൽ. കാറ്റ് എക്സാം അല്ല, ഏതൊരു എക്സാംസ് ആയാലും ടൈമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യണം. ഇതുവരെ ഫാക്ടോറിയൽസിൻ്റെ അല്ലെ നമ്പർ സിസ്റ്റത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കയറി നമ്മളെ പ്ലേലിസ്റ്റ് കയറി കാണേണ്ടതാണ്. സോ അതിൽ നമ്മൾ എല്ലാ ബേസിക്സും പറഞ്ഞു വരുന്നതാണ്. സോ നമുക്ക് 12ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 3 × 4 അല്ലേ, അപ്പം 2⁻2 × 3 എന്ന് കിട്ടി. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പം എല്ലാവരും ചെയ്തു വയ്ക്കുന്ന ഒരു മണ്ടത്തരമാണ്. പവർ ഓഫ് 12 എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ആദ്യം 2 കണ്ടുപിടിക്കും, ദെൻ 3 കണ്ടുപിടിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ കോമൺ ആയിട്ടുള്ള വാല്യൂസ് എഴുതി വയ്ക്കും. എന്നാൽ അത് ഭയങ്കര മണ്ടത്തരമാണ്. കാരണം എന്ന് പറയുമ്പം ഇവിടെ 3⁻1ൻ്റെ ഡബിളാണ് 2⁻2. ഇവിടുത്തെ 2 ഇല്ലേ, ⁻2 ഡബിൾ അല്ലേ പവേഴ്സിൻ്റെ. സോ അത് ഡബിളാണ്. സോ നമ്മുടെ ആൻസറും എപ്പോഴും ഡബിൾ ആയിരിക്കണം, അല്ലാതെ ഷോർട്ടസ്റ്റ് ചെറിയ വാല്യൂ എഴുതി വെക്കല്ലേ. സോ നമുക്ക് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 2 കണ്ടുപിടിക്കാം അല്ലേ, ദെൻ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 3 കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് 135 / 2 ദെൻ എത്ര വരും, 6 167. വീണ്ടും അതിനെ 2 വെച്ച് ചെയ്യുമ്പം 33. വീണ്ടും 2 വെച്ച് ചെയ്യുമ്പം 1 16. വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ എത്ര, 8 2 4. വീണ്ടും 2 വെച്ച്, പിന്നെ 2 1 വെച്ച്. സോ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വെക്ക്. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 6 7 15 31 34 64 100. സോ എത്ര കിട്ടും, 131 എന്ന് കിട്ടും. സോ ഇതേപോലെ തന്നെ നമുക്ക് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 3 കണ്ടുപിടിക്കാം. 135 / 3. അപ്പോൾ എത്രയാണ്, നമുക്ക് 45 എന്ന് കിട്ടും. ദെൻ വീണ്ടും 3 വെച്ച് ചെയ്യുക 15. വീണ്ടും 3 വെച്ച് ചെയ്യുക 5. വീണ്ടും 3 വെച്ച് ചെയ്യുക 2 അല്ല സോറി 1. സോ 1 കിട്ടിയല്ലേ. സോ നമുക്ക് എത്ര, ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടുമ്പോൾ എത്ര കിട്ടും, 20 66 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മളെല്ലാവരും ചെയ്ത് വെക്കണം. 2⁻131 ആണ് നമ്മളെ ഹയസ്റ്റ് പവർ. ദെൻ 3 എന്ന് പറയുന്നത് 66 ആണ്. സോ എല്ലാവരും ചെയ്ത് വെക്കണം. മണ്ടത്തരമാണ്. ഇനി 12⁻66 എന്ന് പറഞ്ഞിട്ട് IGP എന്ന് പറഞ്ഞിട്ട് 66 എന്ന് എഴുതി വെക്കണം. അത് 1 മണ്ടത്തരമാണ്. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 12 എന്ന് പറയുന്നത് 2⁻2 × 3⁻1 അല്ലേ. സോ ഈ 66ൻ്റെ ഡബിൾ ആയിരിക്കണം ഇവിടെ വരേണ്ട. സോ ഈസി ആയിട്ട് നിങ്ങളൊരു കാര്യം വിചാരിച്ചാൽ മതി. ഇതിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 3 എത്ര 120/12. അപ്പം 132 എന്ന് കിട്ടി. സോ 132 ആണോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് അവിടെ 132 അല്ല കിട്ടിയിരിക്കണം. സോ നമുക്ക് ഇതിനെ സെയിം ആക്കണം. സോ ഇതിൻ്റെ ഗ്രേറ്റർ വാല്യൂസ് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യും, ഇതിൻ്റെ സ്മാളർ വാല്യൂസ് എടുക്കും. അപ്പം 3⁻65 എന്ന് എടുക്കും. അപ്പം 3⁻65 എന്ന് എടുത്താൽ 3⁻65ൻ്റെ ഡബിൾ എത്രയാണ് 130 അല്ലേ. സോ നമുക്ക് 2⁻130 എന്ന് എടുക്കാം. സോ നമ്മളെ ഇൻഡെക്സ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 12 എന്ന് പറയുന്നത് എന്തോന്നാണ്, 65 ആണ്. അപ്പോൾ എത്രയാണ്, 65 ആണ് നമ്മുടെ ആൻസർ. സോ ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നതാണ്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. 40 എന്ന് പറയുന്നത് എത്രയാണ്, 8 × 5 അല്ലേ. സോ നമുക്ക് എങ്ങനെ എടുക്കാം, 2⁻3 × 5⁻1 അല്ലേ. പഴയ മെത്തേഡാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ മെത്തേഡാണ്. നമ്മളെ 2ൻ്റെ പവർ എത്രയാണ്, 1ൻ്റെ പവറിൻ്റെ 3 ടൈംസ് ആണ്. സോ നമ്മുടെ ആൻസറിലും അതായിരിക്കണം നമുക്ക് വരേണ്ടത്. സോ നമ്മൾ ആദ്യം ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 2 കണ്ടുപിടിക്കണം. പിന്നെ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5 കണ്ടുപിടിക്കണം. ഇങ്ങനെ വരയ്ക്കുകയാണ്. സോ നമ്മളെ ഗ്രേറ്റസ്റ്റ് പവർ 150 / 2 എത്ര, 75. സോ വീണ്ടും 2 ചെയ്യുമ്പം 37. വീണ്ടും 2 ചെയ്യുമ്പം 116 വീണ്ടും 2 ചെയ്യുമ്പം 9. വീണ്ടും 2 ചെയ്യുമ്പം എത്രയാണ്, 4. വീണ്ടും 2 2 2 1 അല്ലേ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും, 3 7 16 34 64 71 145 എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് 150 / 5 ചെയ്യാം, പ്രൈം ഫാക്ടറൈസേഷൻ പോലത്തത്. സോ 30, പിന്നെ 5 6 വട്ടം. സോ വീണ്ടും 5 1 അല്ലേ.
സോ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 37 കിട്ടും. സോ നമ്മളെ 5⁻37ഉം 2⁻145 എത്ര നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം. 2⁻145 ഇൻറ്റു 5⁻137. അപ്പം 37 ആണെങ്കിൽ നമ്മൾ 37 ഇൻറ്റു 3 എത്ര കിട്ടും? 90/21. സോ 111 എന്ന് കിട്ടും. സോ നമുക്കിനി മൈനസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ഇവിടുത്തെ വാല്യൂവിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് 111 അല്ലേ? ഇതിൻ്റെ അകത്തുള്ള ഒരു വാല്യൂ അല്ലേ? അപ്പം നമുക്ക് എഴുതാം, എന്തോന്നായിട്ട് എഴുതാം. സോ അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം? ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 40 = 40⁻37 എന്ന് നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ നമ്മളെ ഗ്രേറ്റസ്റ്റ് പവർ എത്രയാണ്? 37 അല്ലേ? ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പവർ തമ്മിൽ 3 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള വാല്യൂ തന്നെ കിട്ടി. സോ നമുക്ക് അതിനെ മൈനസ് ചെയ്യേണ്ട കാര്യമില്ല. ലോജിക്ക് ആലോചിക്കുക. നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമ്മൾ ആദ്യം വായിച്ചു നോക്കുക. ഫൈൻഡ് ദി ഇൻഡെക്സ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5 ഈസ് 5 ഫാക്ടോറിയൽ ഈസ് p ഫാക്ടോറിയൽ ഈസ് 4. സോ അപ്പോൾ നമുക്ക് 5⁻4 എന്ന് പറയുന്നതാണ് നമ്മളെ പവർ അല്ലേ? 5ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ ആണ് 4. അതിൻ്റെ p ഫാക്ടോറിയൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് p ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. pന് എത്ര വാല്യൂസ് വരെ കൊടുക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് pന് എന്തോന്ന് 5 × 4 എന്ന് എഴുതാം, 20 അല്ലേ? അപ്പം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ 20⁻5 ചെയ്യുകയാണെങ്കിൽ 4 തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ വാല്യൂസ് എടുക്കും? എത്ര വാല്യൂസ് പിക്ക് എത്ര വാല്യൂസ് കാണും എന്ന് നമുക്ക് അപ്പം 19 എടുത്ത് നോക്കാം. 19 എങ്ങനെയാണ്? ആദ്യം 20ൻ്റെ താഴെയുള്ള വാല്യൂസ് എടുത്ത് നോക്കാം. 19. സോ 19ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5 എത്ര ചെയ്യും? അപ്പം 15 വരൂലേ? 5⁻3 അല്ലേ? പക്ഷേ നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? 5⁻4 ആണ്. സോ ഇതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് 20യും കാട്ടി ചെറുതെടുക്കാൻ പറ്റില്ല. അപ്പം 20യും ഗ്രേറ്റർ ദാൻ വാല്യൂസ് എടുക്കാം. 21 എടുത്ത് നോക്കാം. 21നെ 5 വെച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 തന്നെ കിട്ടും. സോ അതെന്തോന്നാണ് 5⁻4 എന്ന് തന്നെ കിട്ടും. നമ്മളെ ഗ്രേറ്റസ്റ്റ് പവർ 4 തന്നെ നമുക്ക് കിട്ടും. സോ നമുക്ക് 22 ചെയ്ത് നോക്കാം. 22 ചെയ്താലും എത്ര കിട്ടും? 4 തന്നെ കിട്ടും. വീണ്ടും അത് നമ്മളെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 4 തന്നെ ആയിരിക്കും. മനസ്സിലായ? സോ നമുക്ക് 23 എടുത്ത് നോക്കാം. 23 ആകുമ്പം 23/4 എത്രയാണ്? 5 എത്രയാണ്? വീണ്ടും 4. സോ നമുക്ക് ഹയസ്റ്റ് പവർ വീണ്ടും സൂട്ടബിൾ ആണ്. സോ അടുത്ത് 24 എടുത്ത് നോക്കാം. 24/5 എത്രയാണ്? 24 എന്ന് പറയുന്നത് എത്ര? വീണ്ടും 4 വരും. സോ നമ്മളെ ഗ്രേറ്റസ്റ്റ് പവർ എത്ര? 24ഉം പോകും. സോ 25 എടുത്ത് നോക്കുകയാണെങ്കിൽ 25ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1 കിട്ടി അല്ലേ? അല്ല, 5 കിട്ടി. സോ 5നെ പിന്നെയും ചെയ്യുമ്പോൾ 1 കിട്ടി. സോ 5+1 6 ആണ്. അപ്പോൾ നമ്മളെ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുന്നത് എത്രയായി? 6 ആയി. സോ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റൂല. സോ നമുക്കത് എടുക്കാൻ പറ്റൂല. സോ നമ്മളെ ഗ്രേറ്റസ്റ്റ് പവർ ആയിട്ട് 4 കിട്ടിയ ഏതൊക്കെയാണ്? 21, 22, 23, 24 അല്ലേ? സോ നമ്മളെ പി വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ പി വാല്യൂസ് ഏതൊക്കെയാവാം? 21, 22, 23, 24. ഒരാളെ വിട്ട് നമ്മൾ എടുത്ത ആളിനെ 20നെ. അപ്പോൾ ഏതൊക്കെയാണ് പിയുടെ വാല്യൂ? 20, 21, 22, 23, 24. അപ്പം ഹൗ മെനി വാല്യൂസ് എന്നാണ്. അപ്പോൾ നമുക്ക് എത്ര വാല്യൂസ് ഉണ്ട്? 1, 2, 3, 4, 5 വാല്യൂസ് ഉണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഹൗ മെനി വാല്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എഴുതാം? 5 എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവണ ഒരു കാര്യമാണ്, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്, ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5⁻5 എന്ന് ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് 5 ഓഫ് 2⁻2, 3⁻2 അങ്ങനെ ഒരിക്കലും വരില്ല. ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് പവർ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ എത്രയായി? 5+1 എത്ര? 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 5⁻6 എന്നല്ലേ നമ്മൾ ആൻസർ കിട്ടിയത്? ഗ്രേറ്റസ്റ്റ് പവർ അല്ലേ കിട്ടിയത്? സോ നമ്മൾ 5ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ ചെയ്യുമ്പോൾ ഒരിക്കലും 5⁻5 എന്ന് കിട്ടൂല. അതുപോലെ തന്നെ ഇപ്പോൾ n എന്ന് പറഞ്ഞാൽ n⁻n എന്ന് ഒരിക്കലും കിട്ടൂല. ഇമ്പോസിബിൾ ആണ്. മനസ്സിലായോ? സോ അത് നിങ്ങൾ എഴുതി വെക്കുക. ചില ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ആക്കുന്നതാണ് നിങ്ങളെ.